മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 28. അതാണ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൈമാറിയ സന്ദേശം. അത് നിങ്ങളുമായിട്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പങ്കുവച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഒട്ടനവധി അത്ഭുതങ്ങളും ദൈവപ്രവർത്തികളും നടന്നു. ഇവിടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന ഒരു വിടുതലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ സംഭവം വേദപുസ്തകം സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്തു നിന്ന് 4 ചിന്തകളാണ് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 1, കഠിനമായ ഭൂത ഉപദ്രവം വിളയാടുന്ന കനാന്യ സ്ത്രീയുടെ ഭവനം. 2, ദൈവസഹായത്തിനായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിലവിളിക്കുന്ന കനാന്യ സ്ത്രീ. 3, വലിയ വിശ്വാസത്തിന് ഉടമയായ കനാന്യ സ്ത്രീ. 4, ആഗ്രഹിച്ചത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കനാന്യ സ്ത്രീ. ഇത്രയും പറയുമ്പോൾ ഈ പ്രസംഗം അവസാനിക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ആശയം 22 മുതൽ 28 വരെയുള്ള വാക്യത്തിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഠിനമായ ഭൂത ഉപദ്രവം വിളയാടുന്ന കനാന്യ സ്ത്രീയുടെ ഭവനം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പം വ്യക്തികളെയും കുടുംബങ്ങളെയും ഭൂതങ്ങൾ ഉപദ്രവിക്കാറുണ്ട്. ചിലരുടെ മാനസിക തലത്തിലാണ് ഭൂത ഉപദ്രവം, ചിലരുടെ ശാരീരിക തലത്തിലാണ് ഭൂത ഉപദ്രവം. മറിച്ച് വേറെ ചിലരുടെ ഭവനങ്ങൾക്കകത്താണ് ഭൂത ഉപദ്രവം. ഈ വാക്യത്തിനകത്തുനിന്ന് പഠിക്കാൻ കഴിയുന്നൊരു കാര്യം, അമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അമ്മയുടെ മകളെ കഠിനമായി ഒരു ഭൂതശക്തി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഭൂതോപദ്രവം സഹിക്കുന്നവരോട് ചോദിച്ചെങ്കിൽ മാത്രമേ, ചിലരുടെ മാനസിക തലത്തിൽ, വേദപുസ്തകത്തിൻ്റെ തെളിവാണ് പറയുന്നത്, ചിലരുടെ മാനസിക തലത്തിലും ചിലരുടെ ശാരീരിക തലത്തിലും ഒരുപോലെ പിശാച് ഉപദ്രവിക്കാറുണ്ട്. ഇവിടെ വാക്യം കഠിനമായ ഉപദ്രവം. സ്തോത്രം. മാനസിക തലത്തിൽ ഉണ്ടാകുന്ന ഉപദ്രവം എന്താണ്? ശാരീരിക തലത്തിൽ ഉണ്ടാകുന്ന ഉപദ്രവം എന്താണ്? എല്ലാം വേദപുസ്തക തെളിവുകളിലൂടെയാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ അടുക്കൽ വരുന്നൊരു ദൈവപൈതലിൻ്റെ മനസ്സ് എപ്പോഴും സ്വസ്ഥമായിരിക്കണം. എപ്പോഴും എന്തുമായിരിക്കണം? ഒന്ന് അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്ത് പറ, സ്വസ്ഥമായിരിക്കണം എന്ന് പറ. ഹല്ലേലൂയ. മനസ്സ് എന്തുമായിരിക്കണം? ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം 5 കോടി രൂപയല്ല, വലിയ സ്വസ്ഥത. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയത്തിനും മറുപടി ഇല്ലെങ്കിലും നമ്മൾ കർത്താവിനെ വിടാത്ത എന്നാ എങ്ങും കിട്ടാത്തൊരു സ്വസ്ഥത നമ്മുടെ ഉള്ളിൽ കിട്ടിയിരിക്കുക. ചിലരൊക്കെ ചോദിക്കും, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് നിൻ്റെ വീട് പെയിൻ്റ് അടിച്ചോ, മോളെ കെട്ടിച്ചു വിട്ടോ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ രോഗമല്ലേ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ പോരാട്ടെ, ഇതെല്ലാം ഉണ്ട് പോവുക. പക്ഷേ നിങ്ങൾ കാണാത്തൊരു സ്വസ്ഥത അത് ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുക. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഒരു ദൈവവേദൻ്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ്റെ മനസ്സ്, പൈശാചിക ആക്രമണങ്ങൾ എപ്പോഴും മാനസിക തലത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട്, എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. 25-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയാം, എനിക്ക് മനപീഡകളെ, മാനസിക പീഡ, അത് വലിയ വിഷയം. നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഈ ചില ആൾക്കാർ നമ്മുടെ അടുക്കൽ 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുമ്പം ചില ആൾക്കാർ പറയത്തില്ലയോ, പാസ്റ്ററെ എനിക്ക് രാത്രി ഉറങ്ങുമ്പം ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ എനിക്ക് കാണുക,
എന്ന് പറഞ്ഞാൽ വാഷ്റൂമിലെ വേസ്റ്റായ കാര്യങ്ങൾ സ്വപ്നം കാണുക, ചത്തുകിടക്കുന്ന പാമ്പിനെ കാണുക, അഴുകിക്കിടക്കുന്ന സാധനങ്ങളുടെ സ്തോത്രം, അഴുകിക്കിടക്കുന്ന സ്മെല്ലുകൾ മൂക്കിൽ വരിക. ദൈവത്തിന് രാത്രി ഉറങ്ങുമ്പോൾ എന്നെ ആരും എടുത്തുകൊണ്ട് പോകുന്ന പോലെ തോന്നുക. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല സ്തോത്രം, എൻ്റെ ചെവിയിൽ ആരോ വന്നിരുന്ന് പറയുകയാണ്, എന്തോ പറയുവാണ്, എനിക്ക് കേൾക്കാം. ഇതാണ്ട് അവൻ സംസാരിക്കുന്നത്, അപ്പുറത്തെ വീട്ടിൽ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കോട്ടയം ചർച്ചിൽ ഒരു സിസ്റ്റർ എന്നും എൻ്റെ അടുക്കൽ വരും, പാസ്റ്ററെ അപ്പുറത്തെ വീട്ടുകാർ ക്യാമറ വെച്ചിരിക്കുക ഞങ്ങളുടെ വീട്ടിലോട്ട്. ആമി സ്തോത്രം. ഞാനതുകൊണ്ട് തലയിൽ കൂടെ തുണി ഇട്ടുകൊണ്ടാണ് വീടിനകത്തുനിന്ന് വെളിയിലിറങ്ങുന്നത്. ആമി സ്തോത്രം. ആമി സ്തോത്രം തലയിലിടുന്ന തുണി നേർത്ത തുണി ആയതുകൊണ്ട് അതിങ്ങനെ സ്തോത്രം താഴോട്ടിട്ടാൽ എനിക്ക് കണ്ടു കാണാം. അങ്ങനെ നടക്കുന്നത്. കാരണം അവരുടെ ക്യാമറയിൽ എന്നെ പതിയുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാമറ അവിടെ ഇല്ല, പക്ഷെ അവർക്ക് തോന്നുകയാണ്. അവർക്ക് ദൈവത്തിന് സ്തോത്രം വലിയൊരു പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ് ആവശ്യമില്ലാത്ത തോന്നലിടുക. നമ്മളെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള തോന്നൽ. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ കടന്നു ചെല്ലുവാൻ കാരണം അദ്ദേഹം എന്നെ വിളിച്ചതാണ്. ഞാനവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനെ മുറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പം പറയുക, ദൈവത്തിന് സ്തോത്രം, പാസ്റ്റർ അടുക്കലേക്ക് വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വരത്തില്ല. കാരണം എന്താ, എൻ്റെ അപ്പുറത്ത് ജോണിച്ചാൻ നിൽക്കുന്നുണ്ട്. ജോണിച്ചാൻ എന്നോട് പറയുന്നത് പാസ്റ്റർ അടുക്ക പോകരുതെന്ന്. ഏതാ നിൽക്കുന്നത്? ജോണിച്ചാൻ. ഒരു ജോണിച്ചാനും അല്ല. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മാനസിക തലത്തിൽ ഒരു കഠിനമായ ഉപദ്രവം നടക്കുക. നിങ്ങൾക്കറിയാമോ, വചനത്തിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നവരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രശ്നം മാറുമെന്നല്ല എൻ്റെ പ്രസംഗം. എത്ര പ്രശ്നം മുമ്പിൽ നിന്നോട്ട്. പത്മോസ് യോഹന്നാനെ വലിച്ചെറിഞ്ഞപ്പോഴും നൂറുകണക്കിന് ശവത്തിനിടെ ചെന്ന് വീണപ്പോഴും യോഹന്നാൻ്റെ മാനസിക സന്തോഷം കെടുത്തിയില്ല.